മഞ്ജു വാര്യർ എന്ന വ്യക്തിയെയും മഞ്ജു വാര്യർ എന്ന നടിയെയും കുറിച്ച് പ്രേക്ഷകരെന്നും അഭിമാനത്തോടു കൂടിയാണ് സംസാരിക്കാറുള്ളത്. സിനിമ ഇൻഡസ്ട്രിയിലാണെങ്കിലും പുറത്താണെങ്കിലും ഒരു താരപരിവേഷവും കാണിക്കാതെ മഞ്ജു ഓരോ ചടങ്ങുകൾക്ക് എത്തുന്നതും പ്രേക്ഷകരെ പലപ്പോഴും അതിശയിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടി 400 രൂപയുടെ ടോപ്പിട്ട് മഞ്ജു വാര്യർ 10 ലക്ഷം രൂപ പ്രതിഫലം കിട്ടുന്ന ഒരു പ്രോഗ്രാമിനെത്തിയ കഥ പറഞ്ഞിരുന്നു. അന്നും മഞ്ജു പറഞ്ഞത്, കാശൊക്കെ ആരാണ് നോക്കുന്നത്, ഇടുമ്പോൾ നന്നായിരുന്നാൽ പോരെ എന്നാണ്. അത്രയ്ക്കും സിമ്പിളാണ് മഞ്ജു. എന്നാലിപ്പോൾ താരത്തെക്കുറിച്ച് ഒരു പ്രമുഖ നടി പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വൈറലായി മാറുകയാണ്. ഫാസിൽ സംവിധാനം ചെയ്ത് 1993 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മണിച്ചിത്രത്താഴ്. ഈ ഒരൊറ്റ സിനിമയിലൂടെ തന്നെ മലയാളികൾ എന്നും ഓർക്കുന്ന നടിയാണ് വിനയ പ്രസാദ്. ചിത്രത്തിൽ ശ്രീദേവി എന്ന കഥാപാത്രമായിട്ടായിരുന്നു നടി എത്തിയത്. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും പലരും വിനയപ്രസാദിനെ ശ്രീദേവിയായിട്ട് തന്നെയാണ് കാണുന്നത്. മണിച്ചിത്രത്താഴ് സിനിമയുടെ റിലീസിന് ശേഷം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ തന്നെ അതിശയിപ്പിച്ച ഒരു അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് നടി. തന്റെ വരാനിരിക്കുന്ന പുതിയ സിനിമയുടെ ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി ഒരു യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു താരം. മണിച്ചിത്രത്താഴ് സിനിമ കഴിഞ്ഞിട്ട് വേറെ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നപ്പോൾ എന്നെ അതിശയിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. അന്ന് മൊബൈൽ ഫോണോ സോഷ്യൽ മീഡിയയോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ആരോ ശ്രീദേവി എന്ന് വിളിക്കുന്നതാണ് ഞാൻ കേട്ടത്. എനിക്കപ്പോൾ ആരെയാണ് വിളിക്കുന്നത് മനസ്സിലായില്ല. എന്നെയാണ് വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകേണ്ടേ. അപ്പോൾ മഞ്ജു വാര്യർ ആ കാര്യം എന്നോട് പറഞ്ഞു. കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് എന്ന സിനിമയുടെ സമയത്തായിരുന്നു സംഭവം. ആ സിനിമയിൽ മഞ്ജുവും ഉണ്ടായിരുന്നല്ലോ. മഞ്ജു എന്നോട് ചേച്ചിയാണ് അവർ വിളിക്കുന്നതെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ എന്നെയോ എന്ന് ചോദിച്ച് ഞെട്ടി നിന്നു. അതെ, ചേച്ചിയുടെ മണിച്ചിത്രത്താഴ് സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരാണെന്ന് മഞ്ജു പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത്. ഓ, ഇങ്ങനെയും ഉണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് അതിശയം തോന്നിയെന്നും വിനയപ്രസാദ് പറയുന്നു.